മഹാരാഷ്ട്രയിലെ ദേവ്കുണ്ട് വാട്ടർഫാൾസ്. മൺസൂൺ സമയത്ത് ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണ്. പക്ഷേ ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ റായ്കുണ്ട് ജില്ലയിലെ ഭീര എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ഭീര എന്ന ഗ്രാമത്തിൽ നിന്നും 2 മണിക്കൂർ നടന്നു വേണം ദേവ്കുണ്ടിലേക്ക് എത്താൻ. ഇവിടേക്ക് ഒത്തിരി ടീമുകൾ ട്രക്കിംഗ് സംഘടിപ്പിക്കുന്നുണ്ട്. ലീവ് ബിഫോർ യു ഡൈ എന്ന ടീമിൻ്റെ കൂടെയാണ് ഞാൻ ഈ ട്രക്കിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. മുംബൈയിൽ നിന്നും ദേവ്കുണ്ടിലേക്കും 1500 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. തലേ ദിവസം രാത്രി 10 മണിക്ക് അവർ എന്നെ മുംബൈയിൽ നിന്നും പിക്ക് ചെയ്തു. ആ ബസ്സിൽ 20ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ മാത്രമായിരുന്നു ഏക മലയാളി. പുലർച്ചെ 3 മണിയായപ്പോൾ ഞങ്ങൾ ഭീര എന്ന ഗ്രാമത്തിലെത്തി. അവിടെ ഒരു ഹോം സ്റ്റേയിൽ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് രാവിലെ 6 മണിക്ക് തന്നെ നമ്മൾ ദേവ്കുണ്ടിലേക്ക് നടന്നു. थोड़े स्लीपरी एरिया कहाँ पे आते हैं तो रूम्स वगैरह भी है, तो हाथ पकड़ के ही चलना और ज़्यादा फ्लो है तो आराम से ही चलना ज़्यादा करके. നല്ല കിടിലം മഴ അങ്ങനെ തകർത്ത് പെയ്യുന്നുണ്ട്. പക്ഷേ ഈ മഴയൊന്നും ആർക്കും ഒരു പ്രശ്നമേ അല്ല. കാരണം ഈ മഴ ആസ്വദിക്കാൻ തന്നെയാണ് എല്ലാവരും ഇങ്ങോട്ട് വന്നേക്കുന്നത്. മൺസൂൺ സമയത്ത് മഹാരാഷ്ട്ര അത്രയ്ക്ക് മനോഹരമാണ്. അതുപോലെ തന്നെ അത്രയ്ക്ക് അപകടകാരിയുമാണ്. എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിലും ശക്തമായ മഴവെള്ളപ്പാച്ചിലും ഉണ്ടാകാം. അത് മുന്നിൽ കണ്ട് തന്നെ വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോൾ അവിടെ കാണുന്ന മലയാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് ദേവ്കുണ്ട്. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. എന്തും കൊള്ളാം, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല തകർത്ത മഴയിൽ ആ മുകളിൽ കാണുന്ന മലയിലേക്കൊരു ട്രക്കിംഗ്. ഈ മരക്കൊമ്പുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പാലത്തിനൊന്നും വലിയ ഉറപ്പൊന്നും പ്രതീക്ഷിക്കില്ല. രണ്ടും കൽപ്പിച്ചങ്ങ് നടക്കുക തന്നെ. കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഈ റൂട്ട് വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്കതിൻ്റെ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പേര് എല്ലാവരും ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ചവയ്ക്ക് വീഴാതെ തെന്നി വീഴാതെ അതൊക്കെ പോകുന്നത്. നല്ല തെന്നുന്നുണ്ട്. നോക്കിപ്പോയില്ലെങ്കിൽ താഴെ കിടക്കും. ഒന്നും പറയാനില്ല. ഒരു കിടിലം അടിപൊളി ലൊക്കേഷനാണ്. ഇപ്പം നമ്മൾ കയറി വന്ന് ഇവിടെ വന്ന് ഒരു പുഴ, ഈ പുഴയും കൂടെ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ അക്കരെ കാണാൻ മലയുടെ അടുത്തെത്താൻ. ഈ സ്ഥലം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നരൻ എന്ന സിനിമയിലെ മുള്ളംകൊല്ലിയാണ്. മുള്ളംകൊല്ലി വേലായുധനായിട്ട് ലാലേട്ടൻ വള്ളം തുഴഞ്ഞു വരുന്ന സ്ഥലം പോലെ തന്നെയുണ്ട് ഇവിടെ കാണാൻ. പക്ഷേ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങ് കർണാടകയിലെ ഹൊക്കനക്കലിലാണ്. ഇവിടെയും നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന ഒരു പ്ലേസ് തന്നെയാണ്. നിരവധി പാട്ട് സീനുകൾ ദേവ്കുണ്ടിൽ ഷൂട്ട് ചെയ്തിട്ടുമുണ്ട്. പോകുന്ന വഴിക്ക് ഇതുപോലുള്ള നിരവധി കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുണ്ട്. റീൽസ് എടുക്കാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക് ഒരു പറ്റിയ പ്ലേസ് തന്നെയാണ് ഇവിടെ.
നടന്ന് ഏകദേശം ആ ദേവികുണ്ടിൻ്റെ അടിവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അടിവാരത്തിലൊരു അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി പേര് അടിപൊളി കിടലം വ്യൂ ആണ്. അതൊക്കെ ആസ്വദിച്ച് ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും മഹാരാഷ്ട്രയിൽ മൺസൂൺ സമയത്ത് ഇങ്ങോട്ട് പോവുക, ദേവികുണ്ട് ഇങ്ങോട്ട് വരാം. ഒരുപാട് ട്രക്കിംഗ് ടീമുണ്ട്, അവർ ട്രക്കിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്ത് വന്നാലും നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളി, അത്രയ്ക്കും സൂപ്പർ ലൊക്കേഷനാണ് അവിടെ. ഈ കാണുന്നത് ഒരു കുഞ്ഞ് ചായക്കടയാണ്. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് കടകളുണ്ട്. ഈ മഴയത്ത് ഈ പുകയൊക്കെ ഇങ്ങനെ മൂടി ഈ ചായക്കട തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു കുഞ്ഞു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാലം ക്രോസ് ചെയ്ത് വേണം അങ്ങോട്ട് പോകാൻ. കുത്തി ഒഴുകുന്ന ഒരു കിടിലം പുഴയാണ്. പുഴ ഇങ്ങനെ ക്രോസ് ചെയ്തൊരു പാലം ഇവിടെ കെട്ടിയിട്ടുണ്ട്. ആ പാലത്തിൽ കൂടെ അങ്ങ് വളരെ നൈസായിട്ട് സിമ്പിളായിട്ട് അങ്ങ് നടന്നു പോകാം എന്ന് പറയാം. പക്ഷേ എങ്കിലും നൈസ് എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ അങ്ങ് എത്താം. വളരെ റിസ്കി ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയാം. പക്ഷേ സേഫാണ്. സേഫായിട്ട് തന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റും. आगे बैठने वाले നടന്ന് വന്ന് എത്തിയേക്കുന്നത് ഒരു കീടില സ്ഥലം. കീടില സ്പോട്ടെന്നത് ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ്. കുറച്ച് കാട്ടിലൂടെ നടന്ന് നല്ല വെള്ളം കുത്തി ഒലിച്ച് പോകുന്ന വെള്ളം ഒരു രക്ഷയില്ല. തകർത്തുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്കിനി അങ്ങോട്ട് നടന്ന് പോകാൻ. മുകളിൽ കാണുന്നതാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ദേവികുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് ഈ കീഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേവികുണ്ട് അങ്ങോട്ടാണ് നമുക്കെന്തെങ്കിലും അങ്ങോട്ട് പോകാം. അവസാനം നമ്മൾ ദേവികുണ്ടിലെത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു അഡാറ് പ്ലേസ് തന്നെയാണിത്. ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്ന എനിക്ക് അപ്പുറത്തുള്ളൊരു ആംബിയൻസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സൂപ്പർ.
ഇതാണ് ഞാൻ പറഞ്ഞ മനോഹരമായ ദേവകുണ്ട് വാട്ടർഫാൾസ്. ഈ ദേവകുണ്ട് വാട്ടർഫാൾസ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം.